നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തീരദേശത്തെ സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും പുകയില വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ചന്ദ്രാപ്പിനി സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. കൊപ്രക്കളത്തെ ഹോട്ടലിൽ ആക്രമണം നടത്തിയയാൾ അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. തീരദേശത്തെ സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും പുകയില വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി ഇതിന്റെ ഭാഗമായി നടത്തി. മദ്യവിരുദ്ധ സമിതി സംസ്ഥാന ട്രഷറർ ഈസാ ബിൻ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. കൊല്ലപ്പെട്ട ആ മകന്റെ അമ്മ അവനോട് എന്തെങ്കിലും പറയാതിരിക്കുമോ? മദ്യപിക്കരുത് മകനെ എന്ന് പറയാതിരിക്കുമോ? പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആയുസിന്റെ ഇതുവരെയുള്ള സമയം മുഴുവൻ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ആ അമ്മയെ ആക്രമിക്കാൻ വന്നത് ആ മദ്യം മതിച്ച അവന്റെ ബുദ്ധിയെ അവന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ അമ്മയും അച്ഛനും പറഞ്ഞിട്ട് കേൾക്കാത്ത ബോധവൽക്കരണം അയൽവാസിയായ ഞാൻ പറഞ്ഞാൽ ഒരു മദ്യപാനി എടുക്കുമോ? അങ്ങനെ പറ്റില്ല, അങ്ങനെ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായും ബോധവൽക്കരണം നടത്തുമ്പോൾ തന്നെ നമുക്കിത് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകണം. അതിന് ശ്രമിക്കേണ്ടത് ഭരണകൂടങ്ങളാണ്. PTA പ്രസിഡന്റ് MK തിലകൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം TS ദാസൻ, പ്രധാനാധ്യാപിക ഗ്രാസിയ പോൾ, അനിൽകുമാർ, പ്രിൻസി സ്റ്റീഫൻ എന്നിവരും സംസാരിച്ചു. കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സഹകരണത്തോടെ ലഹരി വിരുദ്ധ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ദിനാചരണങ്ങൾ നമ്മൾ ആചരിക്കേണ്ട അത്യാവശ്യമായിരിക്കുകയാണ്. കാരണം ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികളെ വളർത്തി വലുതാക്കി ആ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് അല്ലെങ്കിൽ അവരെ വലുതാക്കുന്ന ഓരോ ഘട്ടത്തിലും അവരുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവരെ എങ്ങനെ വളരണം, പല പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ രക്ഷിതാക്കള് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നതും വളർത്തി വലുതാക്കുന്നതും. അതിനൊക്കെ വിപരീതമായി ചില ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടുകയും അതുപോലെ അവരുടെ വ്യക്തിത്വവും അതുപോലെ കുടുംബത്തിനും സമൂഹത്തിനും നാശമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ ഏർപ്പെടുകയും. PTA പ്രസിഡന്റ് BS ശക്തിധരൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ CI KJ പീറ്റർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് അംഗം രാധാ വേലായുധൻ, VHSE പ്രിൻസിപ്പാൾ ജയശ്രീ അജിത്ത്, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ TK സുകന്യ, പ്രധാനാധ്യാപിക AM ഭവാനി, കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ KS രാമചന്ദ്രൻ, എക്സൈസ് ഇൻസ്പെക്ടർ CR പത്മചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ചന്ദ്രാപ്പിനി SRV UP സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും PTA-യും സഹകരണത്തോടെ ലഹരി വിരുദ്ധ റാലിയും ലഘുലേഖ വിതരണവും നടത്തി. ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം വരും തലമുറയെ മാരകമായി ബാധിക്കും എന്ന സന്ദേശം ജനങ്ങൾക്കിടയിൽ ഈ തലമുറയിലൂടെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞു. വാർഡ് മെമ്പർ TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. PA ജമാലുദ്ദീൻ, മീര P രാമകൃഷ്ണൻ, VK യൂസഫ് എന്നിവരും സംസാരിച്ചു. MIC ഓർഫനേജ് UP സ്കൂളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. PTA പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം അധ്യക്ഷനായിരുന്നു. KU ലിസി ടീച്ചർ, സ്പെഷ്യൽ ബ്രാഞ്ച് SI അഷ്റഫ്, KD ഹേമ ടീച്ചർ തുടങ്ങിയവരും സംസാരിച്ചു. 14 വയസ്സ് വരെയായിരിക്കുന്ന 240 തരം വരുന്ന കുട്ടികളോടും അവരിൽ എത്തിയിരിക്കുന്ന രക്ഷാകർത്താക്കളോടും കൂടിയാണ്. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ 2 കുട്ടികൾ തന്നെ എഴുതിയ ചെറിയ വിവർത്തനം വായിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നിയ കഥ പോലെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം വായിച്ചിരുന്നു. അയൽപക്കത്തിൽ കുട്ടികൾ തൊട്ടടുത്ത വീട്ടിലെ ബഹളം കേട്ട് നോക്കിയപ്പോൾ അച്ഛൻ, അവരുടെ കൂട്ടുകാരിയുടെ അച്ഛൻ കടാരയുമായി പുറത്തേക്ക് ഇറങ്ങി വന്ന്
അമ്മയെ കുത്തി കൊന്ന് അവരുടെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സൈബർ യുഗത്തിലേക്ക് എത്തിയിരിക്കുന്ന കുങ്കുമപ്പൂവും പാതിരാജാവും പട്ടുസാരിയും ഒക്കെ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്ന TV ആയിരിക്കാം. TVയും റേഡിയോയും പാത്രങ്ങളും ഉള്ളതൊക്കെ നശിപ്പിച്ചു പറയുന്ന ഒരു കഥയാണ് ഒരു പേപ്പറിൽ ഒരു കുട്ടി അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ചാമക്കാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലും ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലും ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും CD ഷോയും സംഘടിപ്പിച്ചു. എല്ലാ ബുധനാഴ്ചകളിലും സ്കൂൾ അസംബ്ലിയിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുവാനും തീരുമാനിച്ചു. പരിപാടിക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണനുണ്ണി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത്, ചിത്ര എന്നിവരും നേതൃത്വം നൽകി. അധ്യാപകരായ ഷീബ, ബേബി, ഷബ്ന, കിരൺ, ഐശ്വര്യ എന്നിവരും സംസാരിച്ചു. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഇന്നസെന്റ് MP അവാർഡുകൾ വിതരണം ചെയ്തു. ഈ സർവീസ് സഹകരണ ബാങ്കുകളൊക്കെ നടത്തുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നമ്മളാണ് പ്രോത്സാഹനങ്ങൾ ചെയ്യേണ്ടത്. അവർക്കൊരു ഉത്തേജനമാണ് നമ്മൾ അല്ലാതെ ഈ ക്യാഷ് കൊണ്ടോ ഈ കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ഉണ്ടായിട്ടല്ല. ഒരു സദസ്സ്, ആ സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് അവർ പഠിച്ചതിൻ്റെ ഒരു കൂലി അത് വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം, അവരുടെ മാതാപിതാക്കൾക്കുണ്ടാവുന്ന സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ സർവീസ് സഹകരണ സംഘങ്ങൾ ഇപ്പോൾ ഇങ്ങനെ തുടങ്ങിയിരിക്കുക. ഇത് തന്നെ രാഷ്ട്രീയ പാർട്ടികളും തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയക്കാരും തുടങ്ങിയാൽ മാത്രമാണ് ഇനി രാഷ്ട്രീയത്തിലും ആളെ കിട്ടുകയുള്ളൂ. അല്ലാതെ ജൈവിളിക്കാൻ പോലും ഒരാൾ വരികയില്ല. നമുക്കൊക്കെ നമ്മുടെ പിന്നിൽ ആളുകളുണ്ട്, എന്തെങ്കിലും വന്നാൽ എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ആ സംഘടനയോട് താല്പര്യമുണ്ടാവുന്നത്. സർവീസ് സഹകരണ സംഘടന ഇതൊക്കെ ജനങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന, അവരെ സഹായിക്കുക അതിനുള്ളതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു സംരംഭം ഈ ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്ക് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, ഇപ്പൊ തുടങ്ങിയിരിക്കുന്നു. വളരെ നല്ല കാര്യമാണ്, വളരെ നന്നായിരിക്കുന്നു. മാരകരോഗം ബാധിച്ചവർക്കുള്ള ധനസഹായവും MP നിർവഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ചടങ്ങിൽ അധ്യക്ഷനായി. മുൻ PSC അംഗം പ്രൊഫസർ KU അരുണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്ന ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജയ് വൈനപ്പള്ളി, ശാന്താരാമൻ, ബാങ്ക് പ്രസിഡന്റ് MCK ഇബ്രാഹിംകുട്ടി, ബാങ്ക് സെക്രട്ടറി KK ആര്യമാല, മറ്റു ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിന്റെ കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേയും ഇന്നസെന്റ് MP ഉദ്ഘാടനം ചെയ്തു. നേരത്തെ അറിയാം, പല സിനിമകളിൽ കൂടി നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളവരാണ്. ഒരുപാട് സിനിമകളിൽ ചില തമാശകളൊക്കെ ആയിട്ട് ഞാൻ വരാറുണ്ട്. ആ തമാശകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. അപ്പം നിങ്ങൾക്ക് തോന്നും കുറച്ചു നേരം ഇയാളുടെ കൂടെ ഇരുന്നൊന്ന് കളിക്കാം. നിങ്ങൾക്ക് എൻ്റെ പ്രായം മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ മുത്തച്ഛൻ്റെ പ്രായമുണ്ട് എനിക്ക്. പലരും എന്നെ 8 വയസ്സായ 10 വയസ്സായ 12 വയസ്സായ കുട്ടികളൊക്കെ അവരുടെ അമ്മയോട് ദേ ഇന്നസെന്റ് വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നെഞ്ചത്ത് കൈവയ്ക്കും. കാരണം അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളൊക്കെ വലിയ പ്രായമുള്ളവരാണ് എന്ന് തോന്നുന്നത്. അത് അങ്ങനെ ആയിപ്പോയി. അവരങ്ങനെയാണ് ഇന്നസെന്റ് അങ്കിൾ എന്ന് പറയില്ല. നമ്മളെപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നവര് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും അങ്കിൾ എന്ന് പറയാറില്ല, അവരുടെ പേര് മാത്രമേ പറയാറുള്ളൂ. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിനകത്ത് നമ്മളോടുള്ള ബഹുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം. എന്തായാലും ഇവിടെ ഈ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ സാധാരണ നിങ്ങളുടെ പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോ അല്ലെങ്കിൽ PTA പ്രസിഡന്റിനോ നിങ്ങളെല്ലാവരും ഇന്നസെന്റിനെ പോലെ ആകണം, മിടുക്കനാവണം, ഇന്നസെന്റിനെ പോലെ പഠിച്ച് മിടുക്കനാവണം എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം ഇന്നസെന്റിന്റെ വിദ്യാഭ്യാസം വളരെ കുറച്ചാണ്. PTA പ്രസിഡന്റ് PA അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ ഇന്നസെന്റ് വിതരണം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, ഹിറ ട്രസ്റ്റ് വൈസ് ചെയർമാൻ PK മുഹമ്മദ്, പ്രിൻസിപ്പാൾ പ്രീത ഗോപാൽ, RM മുഹമ്മദ് ഹുസൈർ, PA അബ്ദുൽ ഖാദർ, PA കുഞ്ഞു മുഹമ്മദ്,
PM സൈനുൽ ആബിദീൻ തുടങ്ങിയവരും സംസാരിച്ചു. കയ്പമംഗലം കൊപ്രക്കളത്ത് ഹോട്ടൽ തല്ലി തകർക്കുകയും കടയുടമയെയും ജീവനക്കാരെയും മർദ്ദിച്ച കേസിലെ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. എടമുട്ടം സ്വദേശി കോലഴി വീട്ടിൽ ഷിജോയെയാണ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് ഇയാൾ കൊപ്രക്കളത്തെ മൗലാന ഹോട്ടലിൽ അക്രമം നടത്തിയത്. മദ്യപിച്ചെത്തിയ ഇയാൾ കടയിലെത്തി ബീഫ് ആവശ്യപ്പെടുകയും അതിനോടൊപ്പം നാരങ്ങ കിട്ടാത്തതിൽ ക്ഷോഭിക്കുകയും കടയുടമയെയും ജീവനക്കാരെയും മർദ്ദിക്കുകയും ഹോട്ടലിലെ മേശയും കസേരയും പാത്രങ്ങളും അടിച്ചു തകർക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ പിടികൂടി ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ കടയുടമ മൂന്നുപീടിക സ്വദേശി കല്ലിപ്പറമ്പിൽ ഷെരീഫ്, ജീവനക്കാരായ പള്ളിത്താനം സ്വദേശി കണ്ടകത്ത് ഖാദർ, കൊല്ലംപറമ്പിൽ ശശി എന്നിവരെ കൂറ്റിലക്കടവ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. പെരിഞ്ഞിനം പഞ്ചാരവളവിൽ മോഷണശ്രമം. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് മോഷണശ്രമം. മണപ്പാട്ട് ശാന്തയുടെ വീട്ടിലാണ് വ്യാഴാഴ്ച പുലർച്ചെയോടെ മോഷണശ്രമം ഉണ്ടായത്. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്തു കടന്ന അക്രമികൾ മുറികളിലെ അലമാരകൾ തുറന്ന് സാധനങ്ങൾ മുഴുവൻ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. എടമുട്ടത്ത് മകളുടെ വീട്ടിലായിരുന്നു ശാന്ത. രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പരാതി പ്രകാരം മതിലകം പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. നിർധന കുടുംബത്തിന് സൗജന്യ വൈദ്യുതി കണക്ഷനുമായി KSEB ജീവനക്കാർ. KSEB കയ്പമംഗലം സെക്ഷന്റെ കീഴിലുള്ള അകമ്പാടം പ്രദേശത്ത് കൊക്കുവായിൽ കൃഷ്ണന്റെ വീട്ടിലേക്കാണ് സെക്ഷൻ ജീവനക്കാർ കാരുണ്യവുമായി എത്തിയത്. പ്ലാസ്റ്റിക് ഷീറ്റിട്ട വീട്ടിൽ വികലാംഗനായ കൃഷ്ണനും ഭാര്യയുമാണ് താമസം. OYECയും CD-യും സൗജന്യമായി അടച്ച് കണക്ഷൻ നൽകുന്നതിന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കുമാരൻ തന്നെ നേതൃത്വം നൽകി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗിരിജ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മോഹനൻ, സെക്ഷൻ എഞ്ചിനീയർ ഹരിദാസ്, സെക്ഷനിലെ ജീവനക്കാർ എന്നിവരും ചടങ്ങിൽ സന്നിധരായി. ഇടവേള.